ഞാൻ ശരിക്കും ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് ഇവിടുന്ന സമയത്താണ് നിലവിളിയൊക്കെ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഈ ഭാഗത്തുമൊക്കെ നല്ല മുറിവുണ്ട്, രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിലെ 1-2 പ്രവർത്തകരും ഈ സംഘാടകരുമാണ് കൂടെ വന്നത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അവർ സർജറിയുടെ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഉമാ തോമസ് ആക്ച്വലി ആ സമയത്ത് അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ CT സ്കാനിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. CT സ്കാനിന് വേണ്ടി അകത്തേക്ക് കയറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂറോ സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെവിയുടെ ഭാഗത്തുള്ള മുറിവ് അല്പം വലിയൊരു മുറിവ് തന്നെയാണ് ഈ ഭാഗത്തായിട്ടും നെറ്റിയിലും മൂക്കിൻ്റെ ഈ പോർഷനായിട്ടുള്ളത്. എന്താണെങ്കിലും ഇവിടെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് സംശയിക്കുന്നത്. എന്താണെങ്കിലും ന്യൂറോ സർജനും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. നല്ല CT സ്കാൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ തീരുമാനത്തിലേക്ക് വരുള്ളൂ. അതെ 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 അതെ. ഇപ്പോൾ ഉമാ തോമസിന്റെ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾക്ക് വേറെ ഡോക്ടേഴ്സ് ഇങ്ങോട്ട് എത്തുകയോ അങ്ങനെ? അല്ല, ഇവിടുത്തെ ന്യൂറോ സർജനും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂറോ സർജനും ഫിസിഷ്യനും എല്ലാവരും അകത്ത് തന്നെയുണ്ട്. പിന്നെ നേതാക്കളായിട്ട് ബിന്നി ബേനാനകത്തുണ്ട്, അതുപോലെ ദീപ്തി മെറോർഗീസ് അകത്തുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് കോൺഷ്യസ് അല്ല. ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ മേടിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമർജൻസി എക്സിറ്റ് കൂടെയാണ് കൊണ്ടുപോകുന്നത്. അതേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. പെട്ടെന്നാണ് ഉമാ തോമസ് ആണെന്ന് പറയുന്നതും. ആ സമയത്ത് ആ സംഘാടകർ മാത്രമേ 3-4 പേര് കൂടെ ഉള്ളൂ. കോൺഗ്രസിൻ്റെ 1-2 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും അദ്ദേഹം പ്രതികരിച്ചതനുസരിച്ച് തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. തലയുടെ ഒരു ഭാഗത്ത് ചെവിയുടെ അവിടെ തന്നെയാണ് നന്നായി പരിക്കേറ്റിട്ടുള്ളത്. രക്തം വാർന്നു പോയിട്ടുണ്ട്. നിലവിൽ CT സ്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കും. അതിനുശേഷം റെനൈൻ മെഡിസിറ്റിയിൽ തുടരണമോ അതോ മറ്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കണമോ എന്ന കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. നിലവിൽ ന്യൂറോ സർജൻ അടക്കമുള്ള വിദഗ്ധർ സ്ഥലത്തെത്തിയിട്ടുണ്ട്.